എൻ്റെ പിന്നിൽ കാണുന്ന ഈ മണി പ്ലാന്റ് കണ്ടോ, ഏകദേശം 8-9 വർഷം പഴക്കമുള്ള മണി പ്ലാന്റ് ആണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇലച്ചെടികളോട് ഭയങ്കര താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ പലയിടങ്ങളിൽ നിന്നും പലതരം ഇലച്ചെടികൾ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കാറുണ്ട്. ഇത് മാത്രമല്ല, അപ്പുറത്ത് വേറെ പല പല ചെടികൾ ഇപ്പോൾ ഉണ്ട്. ഈ മണി പ്ലാന്റ് ഞാൻ കൊണ്ടു നട്ടതിന് ശേഷം ഇവിടെ വരുന്ന ആളുകളാണെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരാണെങ്കിലും നമ്മുടെ അയൽവക്കാരാണെങ്കിലും ഒക്കെ നമ്മളോട് പറയാറുണ്ട്, എടാ മണി പ്ലാന്റ് നട്ടത് നീ പണം കണ്ടമാനം കാശ് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്ന് നട്ടതല്ലേ എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ കണ്ടമാനം കാശുണ്ടാകും എന്നൊക്കെയുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഇത്രയും കാലത്തിനോടക്ക്, ഈ 9 വർഷത്തിനോടക്ക് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏത് വശത്തൂടാണ് ഈ പണം വരുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഏകദേശം ഒരു 2 മണി സമയം വരെയൊക്കെ ഞാൻ ഈ പ്രദേശങ്ങളിലൊക്കെ കാണാറുണ്ട്. ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തും ഒക്കെ ഞാനിവിടെ കാണാറുണ്ട്. ഇതുവരെ ഇത് പൂക്കുന്നതോ കൊഴിയുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പം മുല്ല, പിച്ചി, വെളുത്ത പാല എന്നീ ചെടികളെ പോലെ ഇത് പാതിരാത്രിയിലെങ്ങാണം ഇനിയും പൂത്ത് അങ്ങനെ തന്നെ പൊഴിഞ്ഞ് കാറ്റത്ത് വളർന്ന് താഴെ അയ്യത്തോട്ടം കാണാൻ പോവാണോ എന്നറിയാൻ കൊണ്ട് ഞാൻ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ നോക്കാറുമുണ്ട്. എന്നിട്ട് പോലും എൻ്റെ കണ്ണിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു 10 രൂപ നോട്ട് പോലും ഇതിൻ്റെ ഒരു ഭാഗത്തും ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പം കട്ടിൽ പിടിച്ച് രാത്രി വെളിയിലിട്ട് ഈ തെങ്ങിൻ്റെ മൂട്ടിലിട്ട് കിടന്ന് കാശ് പിടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തേങ്ങാൻ വേണ്ടി ചാവുമോ എന്നുള്ള ഭയം കാരണം അതും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങളുടെ വീട്ടിലെങ്ങാണോ മണി പ്ലാന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പണം കായ്ക്കുന്നതാണോ അതോ നിങ്ങൾ അധ്വാനിച്ചാണോ കാശുണ്ടാക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചൊന്ന് പറയണേ. എൻ്റെ ഒരു അറിവിന് വേണ്ടിയാണ്. എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഇത് പണം കായ്ക്കുന്ന മരമാണ് എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇലച്ചെടികൾ നമ്മൾ വീട്ടിൽ നടുന്നേ ഉള്ളൂ. ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നറിയാനെ കൊണ്ടൊരു ചുമ്മാ ഒരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്ന നല്ല വീഡിയോകളായിട്ട് വരുന്നവരേക്കും ടാറ്റാ.